നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നേ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. 2022 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ PSC ബുള്ളറ്റിൻ 2022 ഫുൾ കറണ്ട് അഫയേഴ്സ് ഇയർ എൻഡർ സ്പെഷ്യലായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി അനുബന്ധമായ കാര്യങ്ങളും കൂടി പറഞ്ഞ് നമുക്ക് കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിലൊന്ന് പഠിച്ചു പോയാലോ. ആദ്യത്തെ ക്ലാസ് ആണ്. ഇത് തൊട്ട് ഫോളോ ചെയ്ത് തുടങ്ങിക്കോളൂ കറണ്ട് അഫയേഴ്സ് പാടുള്ള ആൾക്കാർ. പിന്നെ കറണ്ട് അഫയേഴ്സ് 2022 ഞാൻ ഫുൾ PDF ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള 2022 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫുൾ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിന്റെ പരീക്ഷ നടത്തി വരുവാണ്, ഓരോ ദിവസവും പഠിക്കാൻ കൊടുത്തിട്ടേ. അപ്പോൾ ടെലഗ്രാം ചാനലിൽ PDF കിട്ടും. ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും, ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ക്ലാസ്സിലോട്ട് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയിക്കണേ. തുടങ്ങാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിൻ ഇയർ എൻഡർ സ്പെഷ്യൽ. ആദ്യം പഠിക്കേണ്ട ഫാക്ട്, ലോകം മുഴുവൻ ദുരിതം വിതയ്ക്കുന്ന വിനാശകരമായ യുദ്ധം വീണ്ടും. 2022 ഫെബ്രുവരി മുതലാണ് ഉക്രൈനെതിരെ റഷ്യ ആക്രമണം അഴിച്ചുവിട്ടത്. 2014 ഫെബ്രുവരി മുതൽ തന്നെ ഇരു രാജ്യങ്ങളും സംഘർഷത്തിൽ ആയിരുന്നു. കഴിഞ്ഞ വർഷം ലോകത്തെ പിടിച്ചുകുലുക്കിയ ഏറ്റവും വലിയ യുദ്ധമായിരുന്നു റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പോയിന്റ്സ് ഞാൻ പറയുക. റഷ്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പേരെന്താണ്? പ്രസന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് റഷ്യ മിഖായേൽ മിഷുസ്തിൻ. പ്രസിഡന്റ് ഓഫ് റഷ്യ, റഷ്യയിലെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? വ്ളാഡിമിർ പുടിൻ ആണ്. ഉക്രൈന്റെ പ്രസിഡന്റ് ആരാ? സെലൻസ്കി ആണ് ഉക്രൈന്റെ പ്രസിഡന്റ്. അപ്പൊ 2014 മുതൽ തുടങ്ങിയ വിപ്ലവമാണെന്ന് പറഞ്ഞില്ലേ, കലാപമാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ 2014 ഡിഗ്നിറ്റി വിപ്ലവത്തിന് ശേഷം റഷ്യ ക്രിമിയയെ പിടിച്ചെടുക്കുകയും റഷ്യൻ പിന്തുണയുള്ള അർദ്ധ സൈനികർ ഉക്രൈനിലെ ഡോൺബാസ് മേഖലയിലെ ലുഹാൻസ്, ഡോനെറ്റ്സ്ക് ഒബ്ലാസ്റ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിടിച്ചെടുപ്പ് ഒരു പ്രാദേശിക യുദ്ധത്തിന് കാരണമായി. അങ്ങനെ എനിക്ക് 2021 മാർച്ചിൽ ഉക്രൈന്റെ അതിർത്തികളിൽ 1,90,000-ലധികം സൈനികരെ ശേഖരിച്ചുകൊണ്ട് റഷ്യ ഒരു സൈനിക ബിൽഡപ്പ് ആരംഭിച്ചു. അങ്ങനെ 2022 ഫെബ്രുവരി 21 റഷ്യ ഡോനെറ്റ്സ്ക് പീപ്പിൾസ് റിപ്പബ്ലിക്കിനെയും ലുഹാൻസ് പീപ്പിൾ റിപ്പബ്ലിക്കിനെയും അംഗീകരിച്ചു. അങ്ങനെ 2022 ഫെബ്രുവരി 24 രാവിലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈനിലെ സൈനികവൽക്കരണം എന്ന പ്രത്യേക സൈനിക നടപടി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ആക്രമണം ആരംഭിച്ചത്. തന്റെ പ്രസംഗത്തില് പുടിൻ അപരിഷ്കൃത വീക്ഷണങ്ങൾ ഉയർത്തി ഉക്രൈന്റെ രാഷ്ട്ര പദവികൾക്കുള്ള അവകാശത്തെ വെല്ലുവിളിച്ചു. അപ്പൊ ഇങ്ങനെ പ്രാദേശികമായ പ്രശ്നമാണ് എന്ത് ചെയ്തത്, ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയത്. പക്ഷെ ഉക്രൈൻ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ തന്നെയാണ് തിരിച്ച് നടത്തിയത്. 2022 അവസാനത്തോടെ ഉക്രൈൻ തെക്കും കിഴക്കും പ്രത്യാക്രമണം ആരംഭിച്ചു. തൊട്ടുപിന്നാലെ ഭാഗികമായി കൈവശപ്പെടുത്തിയ 4 പ്രദേശങ്ങൾ അനധികൃതമായി പിടിച്ചെടുക്കുന്നതായി റഷ്യ പ്രഖ്യാപിച്ചു. ഇങ്ങനെ നിയമവിരുദ്ധമായിട്ട് റഷ്യയുടെ അധിനിവേശം വ്യാപകമായ അന്താരാഷ്ട്ര അപലപനത്തിന് വിധേയമായി. അപ്പൊ ആക്രമണത്തെ അപലപിക്കുകയും റഷ്യൻ സൈന്യം പൂർണ്ണമായും പിൻവലിക്കണമെന്ന് UN ജനറൽ അസംബ്ലിയിൽ പ്രമേയം പാസാക്കുകയൊക്കെ ചെയ്തു. പിന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി റഷ്യയോട് സൈനിക പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ യുദ്ധം കൊണ്ട് ഗണ്യമായ നാശനഷ്ടങ്ങളുമാണ് ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായത്. അടുത്ത ഫാക്ട്, 2021 ലോക സുന്ദരി പട്ടം കിട്ടിയത് ആർക്ക്? കരോലിന ബെയ്ലാവ്സ്കിക്കാണ്. 2021 ലോക സുന്ദരി പട്ടം കിട്ടിയത് കരോലിന ബെയ്ലാവ്സ്കിക്കാണ്. പോളണ്ടുകാരിയാണ് കരോലിന ബെയ്ലാവ്സ്കി. ഇന്ത്യൻ വംശജയായ അമേരിക്കക്കാരി ശ്രീ സെയ്നി ഫസ്റ്റ് റണ്ണറപ്പും ഐവറി കോസ്റ്റിന്റെ ഒലീവിയ യാസ് സെക്കൻഡ് റണ്ണറപ്പും ആയി. 2021 ലോക സുന്ദരി പട്ടം കിട്ടിയത് ആർക്ക്? ഇപ്പൊ തന്നെ പഠിച്ചു പോവാ. കരോലിന ബെയ്ലാവ്സ്കിക്കാണ്. പോളണ്ടുകാരിയാണ് കരോലിന ബെയ്ലാവ്സ്കി. ഫസ്റ്റ് റണ്ണറപ്പ് ആയതാര? ഇന്ത്യൻ വംശജയായ അമേരിക്കക്കാരി ശ്രീ സെയ്നിയാണ്.
പിന്നെ സെക്കൻഡ് റണ്ണറപ്പ് ആയത് ഐവറി കോസ്റ്റിന്റെ ഒലീവിയ യാസ് ആണ്. എന്നാൽ അതേസമയം 2022 മിസ്സിസ് വേൾഡ് പുരസ്കാരം ഇന്ത്യക്കാരിയായ സർഗം കൗശലിനാണ് കിട്ടിയത്. മിസ്സിസ് വേൾഡ് പുരസ്കാരം 2022 ഇന്ത്യക്കാരിയായ സർഗം കൗശലിനാണ് കിട്ടിയത്. 21 വർഷങ്ങൾക്ക് ശേഷമാണ് മിസ്സിസ് വേൾഡ് പുരസ്കാരം ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പൊ 2022 മിസ്സിസ് വേൾഡ് അതൊന്ന് ഓർത്തിരിക്കുക, കാരണം ഇന്ത്യക്കാരിയായ സർഗം കൗശലിനാണ് കിട്ടിയത്. ജമ്മു കാശ്മീരുകാരിയാണ് സർഗം കൗശൽ. അടുത്ത ഫാക്ട്, ആഗോള ശതകോടീശ്വരനായ എലോൺ മസ്ക് സാമൂഹിക മാധ്യമമായ ട്വിറ്ററിനെ ഏറ്റെടുത്തു. കഴിഞ്ഞ വർഷം നടന്ന ഏറ്റവും വലിയ ഏറ്റെടുക്കലാണ് ട്വിറ്ററിനെ ആരെ ഏറ്റെടുത്തത്? എലോൺ മസ്ക് ഏറ്റെടുത്തത്. ഫോബ്സിന്റെ കോടീശ്വര പട്ടികയിൽ ലോകത്തെ 2ാമത്തെ സമ്പന്നനാണ് എലോൺ മസ്ക്. ട്വിറ്ററിന്റെ നിലവിലെ സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ആര്? എലോൺ മസ്ക്. അദ്ദേഹം സ്പേസ് എക്സിന്റെ സ്ഥാപകനും സിഇഒയും ചീഫ് എഞ്ചിനീയറുമാണ്. പിന്നെ ടെസ്ല മോട്ടോഴ്സിന്റെ സ്ഥാപകനാണ്. ട്വിറ്ററിന്റെ സിഇഒ ആണ്. എലോൺ മസ്കിന്റെ സ്വദേശം എവിടെയാണ്? എലോൺ മസ്ക് ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലാണ്. 18ാം വയസ്സിൽ അദ്ദേഹം കാനഡയിലേക്ക് മാറി. ദക്ഷിണാഫ്രിക്കയിലാണ് ജനിച്ചത്. അടുത്ത ചോദ്യം, 26 തവണ എവറസ്റ്റ് കീഴടക്കി റെക്കോർഡ് സൃഷ്ടിച്ചയാളാണ് നേപ്പാൾ സ്വദേശി കാമിറിത ഷെർപ്പ. 26 തവണ, 1ഉം 2ഉം മാത്രമല്ല, 26 പ്രാവശ്യമാണ് കാമിറിത ഷെർപ്പ എവറസ്റ്റ് കീഴടക്കിയത്. നേപ്പാൾ സ്വദേശിയാണ്. ഇനി എവറസ്റ്റ് കൊടുമുടി ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയ വനിത ആരാ? അത് നേപ്പാൾ സ്വദേശിയായ ലക്പ ഷെർപ്പ. കാമിറിത ഷെർപ്പ ആണാണ്, പെണ്ണല്ല, ആണാണ്. അപ്പൊ എവറസ്റ്റ് കൊടുമുടി ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയ വനിത ആരാന്ന് ചോദിച്ചാൽ ലക്പ ഷെർപ്പ. 2ഉം ഷെർപ്പയാ. ഇനി 10ാം തവണയാണ് എവറസ്റ്റ് കീഴടക്കി റെക്കോർഡ് ഇട്ടത്. അപ്പൊ 10 തവണയാണ് എവറസ്റ്റ് കീഴടക്കിയത്? ലക്പ ഷെർപ്പ. 26 തവണയാണ് കാമിറിത ഷെർപ്പ എവറസ്റ്റ് കീഴടക്കിയത്. രണ്ടുപേരും നേപ്പാൾ സ്വദേശികളാണ്. അടുത്ത ഫാക്ട്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം സ്കൈ ബ്രിഡ്ജ് 721 ചെക്ക് റിപ്പബ്ലിക്കിൽ നിലവിൽ വന്നു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം നിലവിൽ വന്നത് എവിടെ? ചെക്ക് റിപ്പബ്ലിക്കിലാണ്. സ്കൈ ബ്രിഡ്ജ് 721 എന്നാണ് അതിന്റെ പേര്. സ്കൈ ബ്രിഡ്ജ് 721. ഓക്കെ. അടുത്ത ഫാക്ട്, ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതായി? അമേരിക്ക വിക്ഷേപിച്ച ഫ്രോണ്ടിയർ ആണ്. ഫുഗാക്കുവിനെ മറികടന്നുകൊണ്ട് ഫ്രോണ്ടിയർ ആയി ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. വികസിപ്പിച്ചത് അമേരിക്കയാണ്. ഇനി ഒരു ഫീച്ചർ, കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്നതിനായി ഇൻസ്റ്റഗ്രാം അവതരിപ്പിച്ച ഫീച്ചറാണ് ആംബർ അലേർട്സ് എന്ന ഫീച്ചർ അവതരിപ്പിച്ചത് ഇൻസ്റ്റഗ്രാം ആണ്. എന്തായിരുന്നു ലക്ഷ്യം? കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ ഒരു ഫീച്ചർ അവതരിപ്പിച്ചത്. അതിന്റെ പേരാണ് ആംബർ അലേർട്സ്. ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത്, തുർക്കിയുടെ പുതിയ പേരായ തുർക്കിയയ്ക്ക് UN അംഗീകാരം നൽകി. തുർക്കിയുടെ പുതിയ പേരെന്തുവാ? തുർക്കിയെ എന്നാണ്. UN അംഗീകാരം ലഭിച്ചു. 27 വർഷത്തെ സേവനത്തിനു ശേഷം അടുത്തിടെ സേവനം അവസാനിപ്പിച്ച ഇന്റർനെറ്റ് ബ്രൗസർ ഏത്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണ്. 27 വർഷത്തെ സേവനത്തിനു ശേഷം അടുത്തിടെ സേവനം അവസാനിപ്പിച്ച ഇന്റർനെറ്റ് ബ്രൗസർ ഏതാ? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ. അടുത്ത ഫാക്ട്, പ്രമുഖ ബിസിനസ് ഗവേഷണ സ്ഥാപനമായ എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് ഗ്രൂപ്പ് പുറത്തുവിട്ട പട്ടിക പ്രകാരം ലോകത്തെ ഏറ്റവും വാസയോഗ്യമായ നഗരം എന്ന പദവി ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയനയ്ക്കാണ് ലഭിച്ചത്. ഏറ്റവും പിന്നിലുള്ള തലസ്ഥാനം ഏതാണ്? സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ് ആണ്. അപ്പൊ പ്രമുഖ ബിസിനസ് ഗവേഷണ സ്ഥാപനമായ എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് ഗ്രൂപ്പ് പുറത്തുവിട്ട പട്ടിക പ്രകാരമാണ് ലോകത്തെ ഏറ്റവും വാസയോഗ്യമായ നഗരം എന്ന പദവി ലഭിച്ചത് ഓസ്ട്രിയൻ തലസ്ഥാന നഗരമായ വിയനയാണ്. ഏറ്റവും പിന്നിൽ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസ് ആണ്. ഓർക്കണേ. അടുത്ത ഫാക്ട്, നൊബേൽ ജേതാവായിരുന്ന ദിമിത്രി മുറോട്ടോവ് ഉക്രൈനിലെ അഭയാർത്ഥി കുട്ടികൾക്ക് വേണ്ടി തനിക്ക് ലഭിച്ച സമാധാന നൊബേൽ സമ്മാനം ലേലം ചെയ്തു. ആരാ? ദിമിത്രി മുറോട്ടോവ് ആണ്. അദ്ദേഹത്തിന് ലഭിച്ച സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനമാണ് ലേലം ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാ? ഉക്രൈനിലെ അഭയാർത്ഥി കുട്ടികൾക്ക് വേണ്ടി.
ദിമിത്രി മുറോട്ടോവ് ഒരു റഷ്യൻ ജേർണലിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന് 2021 നൊബേൽ പീസ് പ്രൈസ് ആണ് കിട്ടിയത്. ആരുടെ കൂടെ? മരിയ റസയ്ക്കും ദിമിത്രി മുറാട്ടോവിനുമാണ് 2021 നൊബേൽ പീസ് പ്രൈസ് കിട്ടിയത്. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ദെയർ എഫേർട്സ് ടു സേഫ് ഗാർഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അപ്പൊ ഇദ്ദേഹം യുക്രൈനിലെ അഭയാർത്ഥി കുട്ടികൾക്ക് വേണ്ടി തനിക്ക് ലഭിച്ച നൊബേൽ സമ്മാനം, സമാധാന നൊബേൽ സമ്മാനം ലേലം ചെയ്തു. അടുത്ത ഫാക്ട്, ലോകത്തിലെ ഏറ്റവും ചൂടേറിയ 10 രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം ഇറാഖിനാണ്. ഇറാഖ് ലോകത്തിലെ ഏറ്റവും ചൂടേറിയ 10 രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഇറാഖ് ആണ്. വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 48ാമത് ഉച്ചകോടി നടന്നത് ജർമ്മനിയിലെ ഷ്ലോസ് എൽമൌലാണ്. വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഗ്രൂപ്പ് 7 48ാമത് ഉച്ചകോടി നടന്നത് ജർമ്മനിയിലെ ഷ്ലോസ് എൽമൌലാണ്. ഇനി 2022 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? ചൈനയാണ് ആതിഥ്യം വഹിച്ചത്. 2022 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ചൈനയാണ്. ഇനി ഇസ്രായേലിന്റെ ഒരു ഫാക്ട്, ലോകത്തിലെ ആദ്യ സിന്തറ്റിക് ഭ്രൂണം നിർമ്മിച്ച രാജ്യമാണ് ഇസ്രായേൽ. സിന്തറ്റിക് എംബ്രിയോ നിർമ്മിച്ചത് ഇസ്രായേലാണ്. ഈ സിന്തറ്റിക് എംബ്രിയോ സക്സസ്ഫുള്ളി ഡെവലപ്പ് ചെയ്തത് യൂസിംഗ് ദ ടെക്നിക് ഡെവലപ്പ് ബൈ ജേക്കബ് ഹന്നയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. കുറച്ച് ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നോട്ട്സും കൂടെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്യാനും പറ്റും. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.